നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചിരട്ടയ്ക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. വില 50 രൂപയ്ക്കും പുറത്തേക്ക് കുതിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ തേങ്ങയ്ക്ക് ഇപ്പോൾ വില കുറഞ്ഞിട്ടും ചിരട്ടയുടെ വില കുറയുന്നില്ല. നേരത്തെ തേങ്ങയ്ക്ക് വില കൂടിയ സമയത്ത് ചിരട്ടയ്ക്ക് 8 രൂപ 9 രൂപയൊക്കെ വില ഉള്ളായിരുന്നുള്ളൂ. പിന്നീട് അതിൻ്റെ ഗുണങ്ങൾ, ചിരട്ടയുടെ ഗുണങ്ങൾ ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലോട്ട് പോലും ഇപ്പോൾ കയറ്റുമതി ചെയ്യുകയാണ്. അപ്പോൾ ചിരട്ടയ്ക്ക് അത്രയേറെ ഡിമാൻഡാണ്. ഇപ്പോൾ വില 35 രൂപയായി വന്ന് നിൽക്കുകയാണ്. ഇനിയും ഓരോ ദിവസം വില കൂടും. 50 രൂപ പുറത്ത് കടക്കുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം. വെറുതെ കളയല്ലേ, ഇപ്പോൾ വിറ്റാൽ കിട്ടും പൊന്നും വില. തേങ്ങയെ വരെ പിന്നിലാക്കി ചിരട്ടയുടെ വൻ കുതിപ്പ്. കിലോയ്ക്ക് 35 രൂപയാണ് വില. കേരളത്തിൽ തേങ്ങയുടെ വില കുത്തനെ ഇടിയുമ്പോൾ വ്യാവസായിക ആവശ്യങ്ങൾ വർദ്ധിച്ചതിനാൽ ചിരട്ടയുടെ വില കുതിച്ചുയരുകയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ജലശുദ്ധീകരണം എന്നിവയ്ക്കായി തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വ്യവസായശാലകളാണ് ചിരട്ടയുടെ പ്രധാന ഉപഭോക്താക്കൾ. എന്നാൽ ചിരട്ട വേർതിരിച്ച് വിറ്റാൽ മാത്രമേ കർഷകർക്ക് ഈ വിലക്കയറ്റത്തിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. കേരളത്തിൽ തേങ്ങാവില ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുകയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും വെള്ളം ശുദ്ധീകരിക്കാനുമൊക്കെയാണ് വ്യവസായശാലകളിൽ ചിരട്ട ഉപയോഗിച്ചു വരുന്നത്. നിലവിൽ 1 കിലോ ചിരട്ടയ്ക്ക് 35 രൂപ വരെയും നാട്ടിൽ വില കിട്ടുന്നുണ്ട്. ഡിമാൻഡ് കൂടിയതോടെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ ആളുകൾ എത്തിയാണ് ചിരട്ട കൊണ്ടുപോകുന്നത്. തേങ്ങാ വിലയാകട്ടെ നാൾക്ക് നാൾ ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിക്കുകയാണ്. ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ കിൻഡലിന് 4500 രൂപയിലെത്തി നിൽക്കുകയാണ് പച്ചത്തേങ്ങയുടെ വില. ഇന്ന് തേങ്ങയ്ക്ക് വീണ്ടും വില കുറഞ്ഞിരിക്കുകയാണ്. 35 രൂപയിലോട്ടൊക്കെ താഴ്ന്നിരിക്കുകയാണ് ചില സ്ഥലങ്ങളിലെ വില. തേങ്ങയുടെ ഈ വിലയിടിവിൽ കടുത്ത ആശങ്കയിലാണ് വ്യാപാരികളും കർഷകരും. അതേസമയം 1 കിലോ ചിരട്ടയ്ക്ക് 35 രൂപ വരെ ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ചിരട്ടക്കരി വ്യവസായശാലകളിലേക്കാണ് ഈ ചിരട്ടയെല്ലാം പോകുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും വെള്ളം ശുദ്ധീകരിക്കാനും ചിരട്ട ഉപയോഗിക്കാൻ തുടങ്ങി. ഇതോടെയാണ് ചിരട്ടയുടെ നല്ല കാലം പിറന്നതും കമ്പോളത്തിൽ വിലയേറിയതും. ഇങ്ങനെയൊക്കെ ചിരട്ടയുടെ ഡിമാൻഡ് കൂടിയെങ്കിലും തൊണ്ടോടെ തേങ്ങ വിൽക്കുന്ന കർഷകന് നേട്ടമൊന്നുമില്ല. ചിരട്ട വേറെയാക്കി തന്നെ വിൽക്കുമ്പോഴേ കർഷകന് നേട്ടമുണ്ടാകുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ചിരട്ട കൊണ്ട് ഇതേപോലെ നിരവധി ഉപയോഗങ്ങളാണ്. ഇപ്പോൾ ഗ്യാസിന് ക്ഷാമമായതുകൊണ്ട് വീട്ടമ്മമാർ രാവിലെ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ചിരട്ട ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചിരട്ട പെട്ടെന്ന് തീ പിടിക്കുന്നത് കൊണ്ട്, നല്ല ചൂടുമുള്ളത് കൊണ്ട് പെട്ടെന്ന് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്നു എന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. അതുപോലെ തേപ്പുപെട്ടിയിൽ തുണികൾ ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതുണ്ട്. അതുപോലെ റബ്ബർ മരത്തിൻ്റെ പാൽ ശേഖരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടുകാലം മുതലേ അതൊക്കെ ചെയ്തു വരുന്നതാണ്. വീടുകൾ തോറും വണ്ടികളിൽ ചിരട്ടയുണ്ടോ എന്ന് ചോദിച്ച് എല്ലാ ദിവസവും എത്താറുണ്ട്. എന്ത് വിലയായാലും എടുക്കാൻ തയ്യാറായിട്ടാണ് അവർ വരുന്നത്. എന്നാൽ ചിരട്ട ക്ഷാമമാണ്. കിട്ടുന്ന വിലയ്ക്ക് ആദ്യമേ തന്നെ വീട്ടുകാർ എല്ലാം വിറ്റ് കളഞ്ഞതുകൊണ്ട് ഇപ്പോൾ ചിരട്ടയ്ക്കും വീടുകളിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അപ്പോൾ കിട്ടിയാൽ പോലും 5-6 ചിരട്ടയൊക്കെ ഒരു വീടുകളിൽ നിന്ന് കിട്ടുന്നുള്ളൂ. നേരത്തെ കുന്നുകൂടി കിടക്കുമായിരുന്നു. അതൊക്കെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് വീട്ടുകാർക്കും വിൽക്കേണ്ടി വന്നു. അവർക്കും ഇത്രയേറെ ഡിമാൻഡ് ഏറിയ കാര്യം അവർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഡിമാൻഡ് ഇത്രയും കൂടിയ കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇതേപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ മറ്റൊരു എത്താം. എല്ലാവർക്കും നന്ദി.